അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന അതിമഹത്തായ ഇന്ത്യ രാജ്യം ഒരു പൂന്തോട്ടമാണ്. പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ആ പൂന്തോട്ടത്തിൽ വൈവിധ്യമാർന്ന പല പൂക്കളെ കൊണ്ടുള്ളത് ധന്യമാണ്. അതേപോലെയാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് മതക്കാർ ഇവിടെ തിങ്ങി നിറഞ്ഞ് താമസിക്കുകയാണ്. കാലങ്ങളോളമായി നാം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം എന്നും ഇവിടെ നിലനിൽക്കണം. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ, ഒരു വിവേചനമില്ലാതെ ഐക്യപൂർണമായ ഒരു സന്തോഷകരമായ ജീവിതമാണ് എല്ലാവരും ഇവിടെ ആഗ്രഹിക്കുന്നത്. വിദ്വേഷങ്ങളോ മതസ്പർദ്ധയോ ഒന്നുമില്ലാത്ത ഒരു സുന്ദരമായ രാജ്യമായി നമ്മുടെ ഭാവി ഇന്ത്യ ആവണമേ എന്ന് നമുക്ക് ഈ ഒരു നല്ല വേളയിൽ പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും കലുഷിതമായ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരുപാട് ആളുകൾ. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയല്ല, ആ ഇന്ത്യയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നൊരു വളരെ ദയനീയമായ ദുഃഖകരമായ സാഹചര്യമാണ് ഇന്ന് പല നാടുകളിലും നാം കണ്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യയുടെ അതിമഹത്തായ ഭരണഘടന എല്ലാവരും ഇവിടെ സൗഹാർദ്ദപരമായി ജീവിക്കാനും ഓരോ മതക്കാർക്കും അവരുടേതായ ആശയങ്ങൾ, ആദർശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താനുമുള്ള ഒരു വലിയൊരു ഫ്രീഡമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ മാറ്റിത്തിരുത്തണമെന്നുള്ള പല കുൽസിതമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഭൂരിപക്ഷം ആളുകളും എന്താണോ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ സ്വപ്നം കണ്ട ഇന്ത്യയുടെ ഭാവി, ആ മഹത്തായ ഇന്ത്യയാണ് ഐക്യപൂർണമായ സൗഹാർദ്ദപരമായ എല്ലാ മതക്കാർക്കും അവരുടേതായ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം തന്നെ ഇവിടെ വേണമെന്ന് തന്നെയാണ് എല്ലാ മതക്കാരും ആഗ്രഹിക്കുന്നത്. 1947 നമുക്കറിയാം, ഭൗതിക കലാലയങ്ങളിൽ ഇന്ന് പഠിപ്പിക്കുന്നതും നമ്മുടെ മക്കൾ പഠിക്കുന്നതൊക്കെ ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത പല ആളുകളും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എന്നൊരു പഠനം മാത്രമേ ഉള്ളൂ. അമുസ്ലിമീങ്ങളായ ആളുകൾ മാത്രമാണ് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരു പഠനമാണ് വരുന്ന തലമുറയെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് ഇന്നിട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങൾ. എന്നാൽ അങ്ങനെയല്ല. മുസ്ലിമീങ്ങളായ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ധീരദേശാഭിമാനികളായ നിരവധി മുസ്ലിമീങ്ങളുടെ, അതേപോലെ ഹിന്ദുക്കളുടെ, ക്രൈസ്തവരുടെ വലിയൊരു ഒത്തൊരുമ, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം നാം നിലനിൽക്കുന്ന കാലമത്രയും ഇവിടെ സൗഹാർദ്ദപൂർണമാവണം എന്ന് സാന്ദർഭികമായിട്ട് ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, മദ്രസയിലെ മക്കൾ പോലും പഠിക്കുന്നത് അതാണ്. തന്റെ അയൽവാസി ഒരു കാഫറാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിൽ അവർക്ക് അന്നം വെച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച പുന്നാര നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യതിയാനങ്ങളില്ലാതെ, ഒരു ഡിഫറൻസ് ഇല്ലാതെ വളരെയേറെ നല്ല നിലക്കുള്ള അധ്യാപനങ്ങളാണ് ഇസ്ലാമിക മത കലാലയങ്ങളിൽ നിന്ന് നമ്മളൊക്കെ അഭ്യസിക്കുന്നതും ആ പഠിക്കുന്നതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്ത്യയുടെ ഭാവി വളരെയേറെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ നല്ലൊരു സമാധാനപൂർണമായ ജീവിതം എന്നും ഇതേപോലെ സൗഹാർദ്ദപരമായി അയൽവാസികൾ തമ്മിൽ, പരസ്പരം മനുഷ്യർ തമ്മിൽ സ്നേഹ സൗഹാർദ്ദമായ ജീവിതം എന്നും കളിയാടണമെന്ന് ആശംസിച്ചുകൊണ്ട്
എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, ജീവാർപ്പണം ചെയ്ത ഒരുപാട് ധീര ദേശാഭിമാനികളുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.